السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. ബഹുമാന്യരായ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ കേരള മുസ്ലിം ജമാഅത്ത് സുന്നി യുവജന സംഘം SSF, SMS, JM അടക്കമുള്ള സംഘടനാ കുടുംബത്തിലെ സംസ്ഥാന ജില്ലാ നേതാക്കൾ, ബഹുമാന്യരായ ശ്രോതാക്കൾ, ഈ പരിപാടി ശ്രവിക്കുന്ന സഹോദര സമുദായ ഇതര പ്രസ്ഥാന ബന്ധുക്കൾ, ഉത്തരവാദിത്വം മനുഷ്യപ്പറ്റിന്റെ രാഷ്ട്രീയമെന്ന വളരെ ആനുകാലിക പ്രസക്തമായ സന്ദേശം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് 7 പതിറ്റാണ്ട് കാലത്തിലേറെയായി നമ്മുടെ രാജ്യത്തെ കേരളത്തിന്റെ സാമൂഹിക സാംസ്കാരിക നവോത്ഥാന പ്രവർത്തന രംഗത്ത് രാജ്യത്തെ തന്നെ ഏറ്റവും വലിയ ഒരു യുവജന സംഘത്തെ പാകപ്പെടുത്തി മുന്നോട്ടു പോകുന്ന സുന്നി യുവജന സംഘത്തിന്റെ പ്ലാറ്റിനം ഇയർ ആഘോഷ പരിപാടിയുടെ ഭാഗമാണ് കേരളത്തിലെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിൽ ഇന്നും നാളെയും മറ്റന്നാളുമായി പ്ലാറ്റ്യൂൺ അസംബ്ലിയും വളണ്ടിയർ റാലിയും ഒക്കെ നടന്നു വരുന്നത്. സുന്നി യുവജന സംഘത്തിന്റെ പ്ലാറ്റ്യൂൺ അസംബ്ലി നടക്കുന്ന അല്ലെങ്കിൽ ഈ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുന്ന വർത്തമാനകാല സാഹചര്യത്തിന്റെ പ്രാധാന്യം രാജ്യത്ത് ജനാധിപത്യത്തിന്റെ മഹോത്സവമെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഒരു പൊതുതെരഞ്ഞെടുപ്പിന്റെ ആവേശവും ചൂരും ഈ രാജ്യത്തെ മുഴുവൻ ജനങ്ങളും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് എന്നത് ഈ പരിപാടിയുടെ പ്രാധാന്യത്തെ വർദ്ധിപ്പിക്കുന്നുണ്ട്. സുന്നി യുവജന സംഘം 70 വർഷക്കാലം ഈ സമൂഹത്തോട് സംവദിച്ചുകൊണ്ടിരിക്കുന്നത് ഭൂമിയുടെ യഥാർത്ഥ അവകാശികളായ മനുഷ്യരും മനുഷ്യരുടെ നിലനിൽപ്പിനാവശ്യമായ മറ്റിതര ജീവജാലങ്ങളും പ്രകൃതിയും അതിന്റെ നിലനിൽപ്പും അതിന്റെ പുരോഗതിക്കും ആവശ്യമായ മനുഷ്യ സമൂഹത്തിന്റെയും മാനവികതയുടെയും സന്ദേശങ്ങളെ കുറിച്ച് മാത്രമാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഓരോ കാലത്തും മനുഷ്യരും ഭാരതീയരും മലയാളികളും സമൂഹവും അഭിമുഖീകരിക്കുന്ന വർത്തമാനകാലത്തെ പ്രശ്നങ്ങളെ സമൂഹത്തിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരിക എന്നത് സുന്നി യുവജന സംഘം എന്നും ഉയർത്തിപ്പിടിച്ച സംഘടനാപരമായ അതിന്റെ ലക്ഷ്യവും നയവുമാണ്. നമ്മുടെ രാജ്യം ഒരു പൊതുതെരഞ്ഞെടുപ്പിലേക്ക് അല്ലെങ്കിൽ അടുത്ത ഒരു തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടത്തിലേക്ക് അടുത്ത ദിവസം കടക്കാനിരിക്കെ ഈ സാഹചര്യത്തിൽ നമ്മുടെ രാജ്യത്തെ ജനങ്ങൾ, ഈ രാജ്യത്തെ ജനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന വിവിധ തലങ്ങളിലുള്ള ആളുകൾ, സമൂഹം, സംഘടനകൾ, പ്രസ്ഥാനങ്ങൾ രാജ്യത്തിന്റെ ചരിത്രത്തെക്കുറിച്ച് ഓർക്കുകയും രാജ്യത്തിന്റെ ഇന്നോളമുള്ള വികസനത്തിൽ അധിഷ്ഠിതമായ പുരോഗമനാത്മകമായ നിർമ്മാണാത്മകമായ സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിന്റെ ചരിത്രത്തെയും മുമ്പുള്ള ചരിത്രത്തെയും ഓർത്തെടുക്കേണ്ട വളരെ ശ്രദ്ധേയവും പ്രാധാന്യമുള്ള ഒരു സാഹചര്യത്തിലൂടെയാണ് നാം കടന്നുപോകുന്നത്.
കാരണം ലോകത്ത് ധാരാളം രാഷ്ട്രങ്ങളും രാജ്യങ്ങളും നിലവിലുണ്ടെങ്കിലും ആധുനിക ലോകത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയപരമായ വളർച്ചയുടെ, ഒരു സമൂഹത്തിന്റെയും ഒരു രാജ്യത്തിന്റെയും യഥാർത്ഥ മുന്നേറ്റത്തിന്റെ അടിസ്ഥാനപരമായ ആത്മാവ് എന്ന് വിശേഷിപ്പിക്കുന്ന ജനാധിപത്യം, ആ ജനാധിപത്യത്തിന്റെ സംരക്ഷണവും അതിന്റെ നിലനിൽപ്പും ഏറെ കൂടുതൽ ചർച്ച ചെയ്യപ്പെടേണ്ട, ചർച്ച ചെയ്യുന്ന, അതിന് സംവാദത്തിന് വലിയ പ്രാധാന്യമുള്ള ഒരു സമയമാണ് നമ്മുടെ രാജ്യത്തെ ഈ തെരഞ്ഞെടുപ്പ് വേള എന്ന് നമുക്കൊക്കെ അറിയാം. ഇന്ത്യ രാജ്യം ലോകത്തെ എല്ലാ രാജ്യങ്ങളിൽ നിന്നും വ്യത്യസ്തമാകുന്നത് ഏറ്റവും വലിയ ജനാധിപത്യ മതേതരത്വ റിപ്പബ്ലിക് എന്ന ഐഡന്റിറ്റി തന്നെയാണ് നമ്മുടെ രാജ്യത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. നമ്മുടെ രാജ്യത്തിന്റെ മനോഹരമായ കവികളും നോവലിസ്റ്റുകളും അതുപോലെ തന്നെ എഴുത്തുകാരും പാടിയും പറഞ്ഞും എഴുതിയും വർണ്ണിച്ച ഈ രാജ്യത്തിന്റെ പ്രകൃതിപരമായ വിശാലമായ ഇന്ത്യ രാജ്യത്തിന്റെ വൈവിധ്യം, ആ വൈവിധ്യങ്ങളെ ആസ്വദിക്കുവാൻ ലോകരാജ്യങ്ങളിൽ നിന്ന് എല്ലാ കാലത്തും സഞ്ചാരികൾ കടന്നു വരുന്ന ഒരു പറുദീസയാണ് ഭാരതമെങ്കിൽ, ആ ഭാരതത്തിന്റെ ഭൂമിശാസ്ത്രപരമായ വൈവിധ്യങ്ങളെക്കാളും നമ്മുടെ രാജ്യത്തേക്ക് കടന്നു വരുന്ന സഞ്ചാരികളെ, ടൂറിസ്റ്റുകളെ എന്നും ഹഠാകർഷിച്ചുകൊണ്ടിരിക്കുന്നത് രാജ്യത്തിന്റെ ഭൂമിശാസ്ത്രപരമായ അല്ലെങ്കിൽ മറ്റു വൈവിധ്യങ്ങളെക്കാൾ ഉപരി വൈവിധ്യങ്ങളുള്ള ഈ രാജ്യത്തെ ജനങ്ങളുടെ മതപരമായ, സാംസ്കാരികമായ, നാഗരികമായ, ആചാരപരമായ, ഭാഷാപരമായ വൈവിധ്യങ്ങളും ആ വൈവിധ്യങ്ങൾക്കിടയിൽ ഈ രാജ്യത്തെ ജനങ്ങൾ ഒന്നിച്ചു നിൽക്കുന്നു എന്നതാണ് ഈ രാജ്യത്തിന്റെ പേരും പെരുമയെ കുറിച്ച് വാചാലരാവുന്ന എല്ലാവരും എല്ലാ കാലത്തും സംവദിക്കുകയും അതുപോലെ ഉൾക്കൊള്ളുകയും ചെയ്യുന്ന ഒരു യാഥാർത്ഥ്യമാണ്. ആ ഒരു യാഥാർത്ഥ്യത്തിൽ നിന്നുകൊണ്ട് ഇന്ത്യ രാജ്യം ഒരു ലോകസഭാ തെരഞ്ഞെടുപ്പിന് അഭിമുഖീകരിക്കുന്ന സാഹചര്യത്തിൽ ഈ രാജ്യത്ത് സ്വാഭാവികമായും കവലകളിലും തെരുവുകളിലും ചാനലുകളിലും മാധ്യമങ്ങളിലും വ്യത്യസ്തങ്ങളായ വിഷ്വൽ, പ്രിന്റിംഗ് അല്ലാത്ത സോഷ്യൽ മാധ്യമങ്ങളിലെല്ലാം 24 മണിക്കൂറും സംവാദങ്ങളും ചർച്ചകളും അതുപോലെ തന്നെ പോരാട്ടവും പോർവിളിയും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. പക്ഷെ ഈ തെരുവുകളിലെയും അതുപോലെ തന്നെ സമൂഹത്തിലെയും പല ചർച്ചകളെയും നമ്മൾ കാണുമ്പോൾ, കേൾക്കുമ്പോൾ പലപ്പോഴും ഈ രാജ്യം അഭിമുഖീകരിക്കുന്ന ജീവൽ പ്രശ്നങ്ങളെക്കുറിച്ച് തലനാരിഴ കീറി ചർച്ച ചെയ്ത് ഭാരതീയരെന്ന് പറയുന്ന രാജ്യത്തെ പൗരന്മാരെ ബോധവൽക്കരിക്കേണ്ട കാലത്ത് പോലും, ഉണർന്ന് ചിന്തിക്കുകയും സംവദിക്കുകയും ചെയ്യേണ്ട കാലത്ത് പോലും ഈ രാജ്യത്ത് ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യപ്പെടുന്നില്ല എന്ന ഒരു യാഥാർത്ഥ്യ ബോധം ഇവിടെ ഉണർത്താൻ ആഗ്രഹിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ആ ഒരു യാഥാർത്ഥ്യത്തെ കുറിച്ച് ചിന്തിക്കുമ്പോഴാണ് സുന്നി യുവജന സംഘത്തിന്റെ പ്ലാറ്റിനം ഇയർ കാലത്ത് ഇവിടെ പ്രതിപാദിക്കപ്പെടുന്ന ഉത്തരവാദിത്തം, മനുഷ്യപ്പറ്റിന്റെ രാഷ്ട്രീയം എന്ന പ്രമേയം, ആ പ്രമേയത്തെ ചുവട് പിടിച്ചുകൊണ്ട് നടക്കുന്ന പ്ലാറ്റ്യൂൺ അസംബ്ലിയും അതിൽ നടന്ന വളണ്ടിയേഴ്സ് റാലിയും ഈ പൊതുയോഗത്തിന്റെയും പ്രാധാന്യം നമ്മുടെ മുന്നിൽ വർദ്ധിച്ചു വരുന്നത്. നമ്മുടെ രാജ്യം മഹിതമായ പാരമ്പര്യമുള്ള ഒരു രാജ്യമാണ്. ഈ രാജ്യത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത, ഇതൊരു ഡെമോക്രാറ്റിക് കൺട്രി എന്ന ജനാധിപത്യ രാജ്യമാണ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ജനാധിപത്യ രാജ്യമെന്ന നിലയ്ക്ക് ബഹുമാന്യരായ സയ്യിദ് ഫാറൂഖ്, ബഹുമാന്യരായ തുറാബ് തങ്ങൾ നമ്മുടെ വേദിയിലേക്ക് എത്തുന്നു. അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകുമാറാവട്ടെ.
ജനാധിപത്യം എന്ന് പറയുന്ന രാജ്യത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അടിസ്ഥാനപരമായ അടിത്തറക്ക് ഇളക്കം തട്ടുന്നുണ്ടോ എന്ന് ഇന്ത്യക്കാരും ലോക സമൂഹവും ആശങ്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നമ്മുടെ രാജ്യം ഈ ഒരു പൊതു തെരഞ്ഞെടുപ്പെന്ന ജനാധിപത്യത്തിന്റെ മഹോത്സവമെന്ന് പലവരും ആലങ്കാരികമായി പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഇന്ത്യ രാജ്യത്തെ മുഴുവൻ ജനങ്ങളും ഉണർന്നു ചിന്തിക്കുന്ന ഒരു സമയത്ത് വളരെ ഗൗരവത്തോടുകൂടെ നാം ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ജനാധിപത്യം എന്ന് പറയുന്ന രാജ്യത്തിന്റെ അടിത്തറക്ക് ഇളക്കം തട്ടിയാൽ ഈ രാജ്യത്ത് തെരഞ്ഞെടുപ്പിനെന്തു പ്രാധാന്യമാണുള്ളത്? ഈ രാജ്യത്തിന്റെ സമ്മതിദാന അവകാശം ഓരോ പൗരന്മാരും വിനിയോഗിക്കുമ്പോ ആ ഇളകിക്കൊണ്ടിരിക്കുന്ന ജനാധിപത്യത്തിന്റെ അടിത്തറയെ ഉറപ്പിക്കാനുള്ള ഏറ്റവും അടിസ്ഥാനപരമായ പ്രക്രിയയും പ്രതിരോധവുമാണ് ഈ ഒരു സമയമെന്ന ബോധ്യം ഈ രാജ്യത്തെ ജനങ്ങൾക്കുണ്ടാവേണ്ടതുണ്ട്. ജനാധിപത്യത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത ഈ രാജ്യത്തെ മുഴുവൻ ജനങ്ങൾക്കും പ്രാധാന്യമുള്ള പങ്കാളിത്തമുള്ള ജനങ്ങളാൽ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ഭരണകൂടം, ഈ രാജ്യത്തെ ജനങ്ങൾക്ക് വേണ്ടി സേവന പ്രവർത്തനം നടത്തുന്ന അധികാരികളും ഭരണകൂടവുമാണ് ജനാധിപത്യത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ആ ഒരു സാഹചര്യത്തിൽ നിന്ന് നമ്മുടെ രാജ്യം വളരെ കൂടുതൽ പിറകോട്ട് പോകുന്നു എന്നതാണ് വർത്തമാനകാലത്ത് ഏറെ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യ രാജ്യത്തെ ജനങ്ങൾ ഓരോ ദിനത്തിലും നമ്മുടെ രാജ്യത്ത് നിന്ന് കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ വാർത്തകളും, അല്ലെങ്കിൽ ജനാധിപത്യം എന്ന് പറയുന്ന രാജ്യത്തിന്റെ അടിത്തറക്ക് വളവും വെള്ളവും കൊടുത്ത് ആ അടിത്തറയെന്നും സംരക്ഷിക്കേണ്ട കേന്ദ്രങ്ങളിൽ നിന്ന് പോലും ഭൂരിപക്ഷ ജനവികാരത്തിന്റെയോ അല്ലെങ്കിൽ ഒരർത്ഥത്തിൽ പറഞ്ഞാൽ അധികാര രാഷ്ട്രീയത്തിൽ കൃത്രിമമായ ഭൂരിപക്ഷം ലഭിച്ചതിന്റെ പേരിലോ ഈ രാജ്യത്തിന്റെ ജനാധിപത്യത്തിന്റെ അടിത്തറ ഇളക്കി അടിത്തറയെ തകർക്കാനുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് പ്രിയപ്പെട്ട സഹോദരന്മാരെ, ആ ഒരു രാജ്യം അഭിമുഖീകരിക്കുന്ന യഥാർത്ഥ പ്രശ്നത്തെക്കുറിച്ച് ഈ രാജ്യത്തെ ജനങ്ങൾ ബോധവാന്മാരാകേണ്ട ഒരു സമയമാണിത്. ജനങ്ങൾക്ക് വേണ്ടിയുള്ള ഭരണം, ജനങ്ങളാൽ തെരഞ്ഞെടുക്കപ്പെടുന്ന ഒരു ഭരണകൂടം. പക്ഷേ ഇന്ന് നമ്മുടെ രാജ്യത്തിന്റെ അവസ്ഥ എങ്ങനെയാണോ? ജനാധിപത്യത്തിൽ നിന്ന് പണാധിപത്യത്തിലേക്കും ധനാധിപത്യത്തിലേക്കും നമ്മുടെ രാജ്യം നീങ്ങിക്കൊണ്ടിരിക്കുന്നു എന്ന ആശങ്ക നമ്മുടെ ഈ രാജ്യത്തെ എല്ലാ പൗരന്മാരുടെ മുന്നിലുമുണ്ട്. ലോക രാജ്യങ്ങളിൽ ജനാധിപത്യത്തെക്കുറിച്ച് നിരന്തരം റിപ്പോർട്ടിംഗ് ചെയ്യുന്ന, വിലയിരുത്തുന്ന, മോണിറ്ററിംഗ് നടത്തുന്ന ഏജൻസികൾ ആ ആശങ്കയെ നിരന്തരം പങ്കുവെച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ രാജ്യത്ത് ഓരോ തെരഞ്ഞെടുപ്പിലും 50,000 മുതൽ 60,000 കോടി രൂപ വരെയാണ് ചെലവഴിച്ചുകൊണ്ടിരിക്കുന്നത്. 60,000 50,000 കോടി രൂപ ചെലവഴിക്കുമ്പോ ഒരാൾക്ക് 700 രൂപയും ഒരു മണ്ഡലത്തിന് 100 കോടി രൂപയും നമുക്ക് വീതിച്ചെടുക്കാൻ സാധിക്കും സഹോദരന്മാരെ. 60,000 70,000 അല്ലെങ്കിൽ 50,000 അരലക്ഷത്തിലേറെ വരുന്ന കോടി രൂപ എന്ന് പറയുന്നത് ഒരു രാജ്യത്തെ ദരിദ്ര നാരായണന്മാരായ പരമദരിദ്രരായ മനുഷ്യരുടെ, ലക്ഷക്കണക്കിന് വരുന്ന മനുഷ്യരുടെ ഉയർത്തെഴുന്നേൽപ്പിന്, അവരുടെ പുരോഗതിക്ക് ആവശ്യമായ ഒരു സമ്പത്താണ് തെരഞ്ഞെടുപ്പ് കാലത്ത് ചെലവഴിച്ചുകൊണ്ടിരിക്കുന്നത്. അതുമാത്രമല്ല, നമ്മുടെ രാജ്യത്ത് ഓരോ രാഷ്ട്രീയ പാർട്ടികളും അവരുടെ തെരഞ്ഞെടുപ്പ് കാലത്ത് പബ്ലിസിറ്റിക്ക് വേണ്ടി ചെലവഴിക്കുന്നതും ഭീമമായ 10,000 കോടി രൂപകളാണ്. ആ കോടി രൂപകൾ, ആയിരക്കണക്കിന് കോടി പണവും സമ്പത്തും ഓരോ പാർട്ടികളുടെയും കയ്യിലേക്ക് എങ്ങനെ എത്തുന്നു എന്നത് വർത്തമാനകാലത്ത് ഇന്ത്യ രാജ്യത്ത് ഇലക്ടറൽ ബോണ്ട് എന്ന് പറയുന്ന, അഥവാ വിവിധ ഏജൻസികളും കോർപ്പറേറ്റുകളിൽ നിന്നും വിവിധ തലത്തിലുള്ള സമ്പന്നരായ ഏജൻസികളിൽ നിന്നുമൊക്കെ നമ്മുടെ രാജ്യത്തെ രാഷ്ട്രീയ സംഘടനകളുടെ അല്ലെങ്കിൽ പാർട്ടികളുടെ അക്കൗണ്ടിലേക്ക് വരുന്ന രീതിയും ആ രീതിയെ നമ്മുടെ പരമോന്നത കോടതി വിമർശിച്ചതും അതിന്റെ സുതാര്യത ഉറപ്പുവരുത്താൻ ആവശ്യമായ ഇടപെടലുകളൊക്കെ നടത്തി ചൂടാറുന്നതിന് മുമ്പാണ് നമ്മുടെ രാജ്യത്ത് ഒരു തെരഞ്ഞെടുപ്പ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ നാം ചിന്തിക്കുക,
2014 തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് 2019 തെരഞ്ഞെടുപ്പിലേക്ക് എത്തിയപ്പോൾ രാഷ്ട്രീയ സംഘടനകൾ ഈ രാജ്യത്ത് ചെലവഴിക്കുന്ന തെരഞ്ഞെടുപ്പ് കാലത്ത് ചെലവഴിക്കുന്ന കോടാനക്കോടി രൂപകളിൽ വലിയൊരു ശതമാനവും പോയത് വോട്ടർമാരുടെ പോക്കറ്റിലേക്കാണ് എന്നൊരു യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം. വോട്ടർമാരുടെ പോക്കറ്റിലേക്ക് കോടാനക്കോടി രൂപ സ്വാഭാവികമായും ഒഴുകുമ്പോ ഇവിടെ സംഭവിക്കുന്നത് എന്താണ്? ജനാധിപത്യം എന്ന് പറയുന്ന മൂല്യങ്ങൾക്ക് അല്ലെങ്കിൽ രാജ്യം അഭിമുഖീകരിക്കുന്ന അടിസ്ഥാനപരമായ പ്രശ്നങ്ങളിൽ ഊന്നി നിന്നുകൊണ്ടുള്ള ഒരു രാജ്യത്തിന്റെ ജനാധിപത്യത്തിന്റെ മഹോത്സവം എന്ന് പറയുന്ന തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ നിന്ന് പണാധിപത്യത്തിലേക്കും പണത്തിന്റെ സ്വാധീനത്തിലേക്കും നമ്മുടെ രാജ്യത്തിന്റെ തെരഞ്ഞെടുപ്പ് പ്രക്രിയ പോലും മാറിക്കൊണ്ടിരിക്കുന്നു എന്നതാണ് ഒരു സത്യം. ആ സത്യത്തെ ഇവിടെ പലവരും മറച്ചുവെക്കാൻ ശ്രമിച്ചാലും പല ആളുകളും ചർച്ചയ്ക്ക് വിധേയമാക്കാൻ മുന്നോട്ട് വരാതിരുന്നാലും ഈ രാജ്യത്തെ അടിസ്ഥാനപരമായ സർഗാത്മകമായ രാഷ്ട്രീയത്തിന്റെ യഥാർത്ഥ വക്താക്കളായ സുന്നി യുവജന സംഘത്തിനും മുസ്ലിം ജമാഅത്തിനും അത് ചർച്ച ചെയ്യാതിരിക്കാൻ കഴിയില്ല. രാഷ്ട്രീയം എന്ന് പറയുന്നത് കേവലം സങ്കുചിതമായ തെരഞ്ഞെടുപ്പ് രംഗത്ത് പ്രവർത്തിക്കുന്ന രാഷ്ട്രീയം മാത്രമല്ല. യഥാർത്ഥ രാഷ്ട്രീയം എന്ന് പറയുന്നതും യഥാർത്ഥ പ്രതിപക്ഷം എന്ന് പറയുന്നതും പാർലമെന്റിൽ ഭരണത്തിന്റെ ഇപ്പുറത്ത് ഓപ്പോസിറ്റ് സൈഡിലിരിക്കുന്ന പ്രതിപക്ഷം മാത്രമല്ല യഥാർത്ഥ പ്രതിപക്ഷം. ഒരുപക്ഷെ ആ പ്രതിപക്ഷം നിഷ്ക്രിയരാകുമ്പോൾ യഥാർത്ഥ പ്രതിപക്ഷമായി ഉയർന്നു വരേണ്ടവര് സജീവ രാഷ്ട്രീയ കക്ഷി രാഷ്ട്രീയമില്ലാത്ത, എന്നാൽ രാജ്യത്തിന്റെ രാഷ്ട്രീയപരമായ അപജയങ്ങളെ കുറിച്ച് കൃത്യമായ ബോധമുള്ള, രാജ്യത്തെ ജനങ്ങൾക്ക് സേവനം ചെയ്യാൻ സന്നദ്ധരായ യഥാർത്ഥ രാഷ്ട്രീയ ബോധമുള്ള ആളുകളാണ് യഥാർത്ഥത്തിൽ പ്രതിപക്ഷം എന്ന് പറയുന്നത്. ആ അർത്ഥത്തിൽ ഏറെ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു കാര്യമാണിത്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ രാജ്യത്ത് ജനാധിപത്യം പണാധിപത്യത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ 2019 മെയ് മാസത്തിൽ പുറത്തു വന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഒരു റിപ്പോർട്ടുണ്ട്. അതെന്താണ് ആ റിപ്പോർട്ട് എന്ന് പറയുന്നത്? പിടിച്ചെടുക്കൽ രേഖ എന്ന് പറയുന്ന സീസർ രേഖ എന്ന് പറയുന്ന ഒരു രേഖയുണ്ട്. അതെന്താണ്? നമുക്കറിയാം, ഇപ്പൊ തെരഞ്ഞെടുപ്പിന്റെ പ്രധാനപ്പെട്ട സമയമായപ്പോഴേക്കും ഓരോ ടേണിങ്ങുകളിലും പോലീസ് വാഹനങ്ങൾ മുഴുവൻ വാഹനങ്ങളെയും ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കടന്നുപോകുന്ന മുഴുവൻ വാഹനങ്ങളും പരിശോധിക്കുകയാണ്. എന്താണ് ആ പരിശോധന? അഥവാ ആരുടെയെങ്കിലുമൊക്കെ വാഹനങ്ങളിൽ അനധികൃതമായ പണമുണ്ടോ എന്ന പരിശോധനയാണ്. ആ അർത്ഥത്തിൽ 2019 പുറത്തു വന്ന റിപ്പോർട്ട് പ്രകാരം മാത്രം 1300 കോടിയുടെ മയക്കുമരുന്ന് തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ പിടിക്കപ്പെട്ടിട്ടുണ്ട്. 839 കോടിയുടെ കറൻസി, 294 കോടിയുടെ മദ്യം, 986 കോടിയുടെ സ്വർണം വെള്ളിയും, 59 കോടിയുടെ മറ്റ് സാധനങ്ങൾ, TV, മൊബൈൽ, ഇങ്ങനൊക്കെയാവാം. ഇത് പിടിക്കപ്പെട്ടതാണ്. പിടിക്കപ്പെടാതെ പോയ അനേകം കോടികൾ നാം ഒന്ന് താരതമ്യം ചെയ്താൽ മതി. പറഞ്ഞു വരുന്നത്, ജനാധിപത്യം എന്ന് പറയുന്ന ജനങ്ങളാൽ തെരഞ്ഞെടുക്കപ്പെടുന്ന ഒരു ഭരണകൂടമെന്ന് പറയുന്ന നമ്മുടെ രാജ്യത്തിന്റെ പരിഭാവനമായ ഒരു പാരമ്പര്യത്തിന് ജനാധിപത്യത്തിൽ നിന്ന് പണാധിപത്യത്തിലേക്ക് നീങ്ങുന്നതിന്റെ ഏറ്റവും മികച്ച ഉദാഹരണമാണ് ഈ ഒരു ഉദാഹരണം എന്ന് പറയുന്നത്. ഇങ്ങനെ ധാരാളം നമുക്ക് പറയാനുണ്ട്. ജനാധിപത്യത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യത്തെക്കുറിച്ച്, രാജ്യത്തിന്റെ ഇന്നത്തെ അവസ്ഥയെക്കുറിച്ച് പറയുമ്പോൾ നമ്മുടെ രാജ്യത്തെ ലോക രാജ്യങ്ങൾ എപ്പോഴും പ്രശംസിക്കാറുള്ളത് നമ്മുടെ രാജ്യത്തിന്റെ ജനാധിപത്യത്തിന്റെ മഹത്വവും അതിന് ഈ രാജ്യത്ത് എല്ലാ 5 വർഷം കൂടുമ്പോൾ നടക്കുന്ന തെരഞ്ഞെടുപ്പ് പ്രക്രിയയും ഒക്കെയായിരുന്നു. പക്ഷേ ഈ ജനാധിപത്യത്തിന് കോട്ടം തട്ടുന്നു എന്ന് ആഗോള ഏജൻസികൾ പോലും നിരന്തരം വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നു. 2023 റിപ്പോർട്ട് പറയുന്നത് പ്രകാരം നമ്മുടെ രാജ്യം കേവലം ഒരു ആലങ്കാരികമായ ഒരു ജനാധിപത്യ രാജ്യത്തിലേക്ക് മാറുകയും അതേസമയത്ത് ഇലക്ടറൽ ഓട്ടോക്രസി എന്ന ഡെമോക്രസി എന്നതിൽ നിന്ന് തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഒരു ഏകാധിപത്യ രാജ്യമെന്ന രാജ്യമായിട്ട് നമ്മുടെ രാജ്യം മാറുന്നുവെന്ന് ലോകത്തെ ഡെമോക്രസിയെ കുറിച്ച് നിരന്തരം വിലയിരുത്തുന്ന ആഗോള ഏജൻസികൾ, വീഡം, വെറൈറ്റീസ് ഓഫ് ഡെമോക്രസി എന്ന
സ്വീഡനിലെ ഒരു പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റിയുടെ ഏജൻസി പുറത്തു കൊണ്ടുവന്ന റിപ്പോർട്ടും ഇന്റർനാഷണൽ ഐഡിയ എന്ന നമ്മുടെ ഇന്ത്യ രാജ്യം പോലും അംഗമായ ഒരു അന്താരാഷ്ട്ര ഏജൻസി അടക്കം കൊണ്ടുവന്ന റിപ്പോർട്ട് പ്രകാരം നമ്മുടെ രാജ്യം ഡെമോക്രസിയുടെ വിഷയത്തിൽ വളരെ പുറകോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുമാത്രമല്ല, നമ്മുടെ രാജ്യം ഡെമോക്രസിയുടെ ജനാധിപത്യത്തിന്റെ വിഷയത്തിൽ, അതുപോലെ തന്നെ ജനാധിപത്യ രാജ്യത്ത് ജനങ്ങൾക്കുണ്ടാകുന്ന സ്വാതന്ത്ര്യത്തിന്റെ വിഷയത്തിൽ നമ്മുടെ രാജ്യം 47 വർഷങ്ങൾക്ക് പിറകിൽ പോയി എന്നുവരെ പല ഏജൻസികളും പറയുന്നുണ്ട്. വിദേശ ഏജൻസികൾ നമ്മുടെ രാജ്യത്തിന്റെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടരുത് എന്ന് പറഞ്ഞ് വിദേശ ഏജൻസികളെ ചെറുതായി കാണുന്നവരുണ്ടാവാം. പക്ഷേ വിദേശ ഏജൻസികൾക്ക് മാത്രമല്ല, നമ്മുടെ രാജ്യത്തെ മുഴുവൻ പൗരന്മാർക്കും കൃത്യമായി ബോധ്യമുണ്ട് നമ്മുടെ രാജ്യത്തിന്റെ ജനാധിപത്യത്തിന്റെ അടിക്കല്ല് ഇളകിക്കൊണ്ടിരിക്കുകയാണ്. ജനാധിപത്യം എന്ന് പറയുമ്പോ ആ ജനാധിപത്യത്തെ സർഗാത്മകമാക്കുന്നതും ജനാധിപത്യത്തെ അരക്കിട്ടുറപ്പിക്കുന്നതിലും വലിയ പങ്കുണ്ട് ഈ രാജ്യത്തെ പ്രതിപക്ഷം എന്ന് പറയുന്ന സംവിധാനത്തിന്. അങ്ങനെ ചിന്തിക്കുമ്പോൾ എന്താണ് ഇന്ന് നമ്മുടെ രാജ്യത്തെ പ്രതിപക്ഷത്തിന്റെ അവസ്ഥ? ഏതെങ്കിലും ഒരു വിഭാഗത്തെ പാർട്ടിയെ കുറിച്ചൊന്നല്ല ഇവിടെ പരാമർശിക്കുന്നത്. ടോട്ടലായി രാജ്യത്ത് പ്രതിപക്ഷത്തിന് ഭരണപക്ഷത്തെ പോലെ പ്രാധാന്യമുണ്ട്. ഒരു ജനാധിപത്യ രാജ്യത്തിന് നിലനിൽപ്പിന് പ്രാധാന്യമുണ്ട്. കഴിഞ്ഞ കാലങ്ങളിലൊക്കെ നമ്മുടെ ഇന്ത്യ രാജ്യത്ത് ഓരോ ഭരണകൂടം കുറെ കാലം ഭരിച്ചപ്പോഴും മാറി ഭരിച്ചപ്പോഴും അഥവാ ഭരിക്കുന്ന അധികാരികളും ഭരണകൂടവും പ്രതിപക്ഷത്തിന് വലിയ പ്രാധാന്യം കൊടുത്തിരുന്നു. അവരുടെ ശബ്ദം കേട്ടിരുന്നു, അവരുടെ വിമർശനത്തെ ഉൾക്കൊണ്ടിരുന്നു. ആ വിമർശനങ്ങൾ ഇന്ത്യ രാജ്യത്തിന്റെ പാർലമെന്റിനെ പ്രകമ്പനം കൊള്ളിച്ചിരുന്നു. രാജ്യത്ത് നടപ്പാക്കാൻ ഉദ്ദേശിച്ച രാഷ്ട്രത്തിന് ഹാനികരമാകുന്ന പല തീരുമാനങ്ങളെയും തിരുത്താൻ പ്രതിപക്ഷത്തിന്റെ ഇടപെടലുകൾക്ക് സാധിച്ചിരുന്നു. അവിടെ നമ്മുടെ കയ്യിൽ അധികാരമുണ്ട്. ആ അധികാരം ഉപയോഗപ്പെടുത്തി ഒരു വിമർശനത്തെയും മാനിക്കില്ലെന്ന മനോഭാവം നമ്മുടെ രാജ്യത്ത് കഴിഞ്ഞ 10 വർഷക്കാലമായി മാത്രമേ ഈ രാജ്യത്തെ പൗരന്മാര് കേട്ടുകൊണ്ടിരിക്കുന്നുള്ളൂ. രണ്ട് കാര്യം ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഒന്ന്, ജനാധിപത്യത്തിന്റെ സംരക്ഷണത്തിന് പ്രതിപക്ഷത്തിന്റെ റോള് വളരെ പ്രധാനമാണ്. ക്രിയാത്മകമായ പ്രതിപക്ഷമെന്ന ഒരു കാര്യം 10 വർഷക്കാലമായി ഇന്ത്യയിൽ ഉണ്ടോ എന്ന് സംശയിക്കപ്പെടുകയാണ്. അല്ലെങ്കിൽ പ്രതിപക്ഷം ഉണ്ടെങ്കിൽ പോലും രാജ്യം അസ്തിത്വപരമായ അടിസ്ഥാനപരമായ വെല്ലുവിളികൾ നമ്മുടെ രാജ്യം നേരിട്ടുകൊണ്ടിരിക്കുമ്പോ സങ്കുചിതമായ പാർട്ടി അല്ലെങ്കിൽ മറ്റു രാഷ്ട്രീയ പ്രത്യയശാസ്ത്രപരമായ എല്ലാവിധ വിരോധങ്ങളും മാറ്റി പരിഗണിക്കാതെ വിസ്മരിച്ചുകൊണ്ട് രാജ്യത്തിന്റെ നിലനിൽപ്പിനും പുരോഗതിക്കും വേണ്ടി ഐക്യപ്പെടുക എന്ന യഥാർത്ഥ ആത്മാർത്ഥമായി യോജിപ്പുണ്ടാവുക എന്ന തലത്തിലേക്ക് ഈ തെരഞ്ഞെടുപ്പിന്റെ മുന്നിലെത്തിയ സമയത്ത് പോലും നമ്മുടെ രാജ്യത്തെ പ്രതിപക്ഷത്തിന് സാധിച്ചിട്ടുണ്ടോ എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ചില യോജിപ്പുകളൊക്കെ കാണുന്നുണ്ട്. ആ യോജിപ്പുകൾ മാത്രം മതിയോ എന്നത് ഒരു വലിയ ചോദ്യം ഈ രാജ്യത്തെ ജനങ്ങൾ ചോദിക്കുന്നുണ്ട്. കാരണം രാജ്യത്തെ 60% വരുന്ന പൗരന്മാരും നമ്മുടെ രാജ്യത്തിന്റെ നിലവിലുള്ള അഥവാ സ്വേച്ഛാപരമായ അധികാര നിർവഹണത്തിനോട് വിരുദ്ധരും എതിർപ്പുള്ളവരും ആശങ്കയുള്ളവരുമാണെങ്കിൽ ആ 60% വരുന്ന ജനങ്ങളെ രാജ്യത്തിന്റെ നിലനിൽപ്പിന് വേണ്ടി ഒന്നിപ്പിച്ച് നിർത്തുക എന്ന ബാധ്യത നിർവഹിക്കേണ്ടവരാണ് പ്രതിപക്ഷം. പക്ഷേ ഈ പ്രതിപക്ഷത്തെ നിരന്തരം നിഷ്ക്രിയരാക്കുന്ന, അവരെ ക്ഷീണിപ്പിക്കുന്ന, അവരെ ഭീഷണിപ്പെടുത്തുന്ന, അവർക്ക് ശബ്ദിക്കാനുള്ള റോൾ നഷ്ടപ്പെടുത്തുന്ന, അല്ലെങ്കിൽ ഈ രാജ്യത്തിന് വേണ്ടി ശബ്ദിക്കേണ്ട പ്രതിപക്ഷത്തെ അവരെ പൂർണ്ണമായും മൗനികളാക്കുന്ന രൂപത്തിലുള്ള നീക്കങ്ങൾ നമ്മുടെ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. രാജ്യത്തും ഒരു തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്ന സമയത്ത് നമ്മുടെ രാജ്യത്തെ പ്രധാനപ്പെട്ട 2 സംസ്ഥാനത്തെ മുഖ്യമന്ത്രിമാർ ജയിലിലായി കഴിഞ്ഞു. പ്രിയപ്പെട്ട സഹോദരന്മാരെ, നാം മനസ്സിലാക്കണം, പ്രതിപക്ഷം ജനാധിപത്യത്തിന്റെ ഏറ്റവും അടിസ്ഥാനപരമായ ഒരു സ്രോതസ്സാണ്. അതുകൊണ്ട് ആ പ്രതിപക്ഷത്തെ നിരാകരിച്ചുകൊണ്ട്, പ്രതിപക്ഷത്തെ നിഷ്ക്രിയമാക്കിക്കൊണ്ട് നമ്മുടെ രാജ്യം ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോ നമുക്കെന്താ ചെയ്യാനുള്ളത്? ഇതിനൊരു ബദല് വേണമല്ലോ. ആ ബദലാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. പ്രതിപക്ഷം നിയമനിർമ്മാണ സഭകളിലും
നിയമസഭകളിലും പാർലമെന്റുകളിലും തുടങ്ങിയ നമ്മുടെ നിയമനിർമ്മാണ സഭകളിൽ ഭരണപക്ഷത്തിന്റെ ഓപ്പോസിറ്റ് സൈഡിൽ നിൽക്കുന്നവർ മാത്രമല്ല പ്രതിപക്ഷം. ഈ ഇരിക്കുന്ന ജനാവലി കേരളത്തിലെ ലക്ഷോപലക്ഷം വരുന്ന സുന്നി യുവജന സംഘത്തിന്റെ പ്രവർത്തകർ കക്ഷി രാഷ്ട്രീയത്തിന്റെ അതിപ്രസരമില്ലാതെ രാഷ്ട്രത്തെക്കുറിച്ചും രാഷ്ട്രീയത്തെക്കുറിച്ച് ചിന്തിക്കുകയും ഈ രാജ്യത്തിന്റെ പുരോഗതിയിലും നിർമ്മാണ പ്രവർത്തനത്തിലും ചാലകശക്തിയായി മാറുന്നവരും ലക്ഷോപലക്ഷം വരുന്ന കർഷകരുണ്ട്. ലക്ഷോപലക്ഷം വരുന്ന ജീവിതത്തിൽ വിവിധ മേഖലകളിൽ കക്ഷി രാഷ്ട്രീയത്തിന്റെ അതിപ്രസരമില്ലാത്ത ഈ രാജ്യത്തെ ജനകോടികളാകുന്ന മഹാഭൂരിപക്ഷം വരുന്ന ഒരു വലിയ ജനവിഭാഗമുണ്ട്. ഇവരെല്ലാം പ്രതിപക്ഷമായി മാറുമ്പോൾ മാത്രമേ, അഥവാ പാർലമെന്റിലും നിയമസഭയിലും ശബ്ദിക്കേണ്ട പ്രതിപക്ഷത്തെ നിഷ്ക്രിയരാക്കുന്ന രാഷ്ട്രീയ ഫാസിസ്റ്റ് ചൈതിയിലൂടെ അവരെ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കുന്ന കാലത്ത് ഒരു ബദൽ ഉയർന്നു വരണമെന്നാണ് SYF ഈ സമയത്ത് ഈ രാജ്യത്തെ ജനങ്ങളോട് പ്രത്യേകം ഉണർത്തുന്നത്. മറ്റൊരു കാര്യം, ഒരു രാജ്യത്തെ ജനാധിപത്യത്തെ നിലനിർത്തുന്നതിലും വളർത്തുന്നതിലും ജനാധിപത്യത്തെ സംരക്ഷിക്കുന്നതിലും ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം നമ്മുടെ രാജ്യത്തിന്റെ മാധ്യമങ്ങളാണ്. ഈ രാജ്യത്തെ മാധ്യമങ്ങളാണ് രാഷ്ട്രത്തിന്റെ ജനാധിപത്യത്തിന്റെ 4-ാം തൂണെന്ന് വിശേഷിപ്പിക്കുന്ന ആ തൂണിന് ഇളക്കം തട്ടിക്കൊണ്ടിരിക്കുന്നു എന്നതാണ് ഒരു യാഥാർത്ഥ്യം. ഇളക്കം തട്ടുന്നു നമ്മുടെ 4-ാം തൂണിന്. കാരണം നമുക്കറിയാം, നമ്മുടെ രാജ്യത്ത് പലപ്പോഴും ജനങ്ങളുടെ മുന്നിലേക്ക് വെളിച്ചം കാണാത്ത, രാജ്യം അഭിമുഖീകരിക്കുന്ന അടിസ്ഥാനപരമായ വെല്ലുവിളികളെ പുറത്തു കൊണ്ടുവരുന്നതിൽ വിവിധ കാലത്ത് വിവിധ മാധ്യമങ്ങൾ, മാധ്യമ പ്രവർത്തകർ പങ്കുവഹിച്ച അവരുടെ ആ ത്യാഗം ആർക്കും നിഷേധിക്കാൻ കഴിയില്ല. മാധ്യമ പ്രവർത്തകരും മാധ്യമ സംവിധാനങ്ങളും ജനാധിപത്യത്തിന്റെ 4-ാം തൂണാണെങ്കിൽ ആ തൂണ് ഇളകിക്കൊണ്ടിരിക്കുകയാണ്. കാരണം മാധ്യമങ്ങളെ വിലക്കെടുത്തുകൊണ്ടിരിക്കുന്ന ഒരു ഭാഗത്ത്, പണത്തിന്റെ സ്വാധീനത്തിൽ വശംവദനാവാത്ത മാധ്യമ പ്രവർത്തകരെ വിവിധ ഏജൻസികളെ വെച്ച് ഭീഷണിപ്പെടുത്തി അവരെ മൗനികളാക്കാനുള്ള ശ്രമം മറ്റൊരു ഭാഗത്ത്. ഈ പരമ്പരാഗതമായ മാധ്യമങ്ങൾ പണത്തിന്റെ സ്വാധീനത്തിലേക്ക് അകപ്പെടുകയും മാധ്യമങ്ങൾ നിഷ്ക്രിയമാകുകയും ചെയ്യുമ്പോ ബദൽ സംവിധാനങ്ങളായി വരുന്ന, അഥവാ ധാരാളം ഈ രാജ്യം അഭിമുഖീകരിക്കുന്ന പല പ്രശ്നങ്ങളെയും പുറത്തു കൊണ്ടുവരുന്നതിൽ വലിയ പങ്കുവഹിച്ചുകൊണ്ടിരിക്കുന്ന സോഷ്യൽ മാധ്യമങ്ങളെ നിയമനിർമ്മാണത്തിലൂടെ നിഷ്ക്രിയമാക്കാനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഇവിടെയാണ് നമ്മുടെ രാജ്യം അഭിമുഖീകരിക്കുന്ന ജനാധിപത്യത്തിന് ക്ഷതമേൽക്കുന്ന മാധ്യമ സ്വാതന്ത്ര്യം ഇവിടെ ഇല്ലാതെയായിക്കൊണ്ടിരിക്കുകയാണ്. നോക്കൂ നിങ്ങൾ, ലോകത്ത് മാധ്യമ സ്വാതന്ത്ര്യത്തെ കുറിച്ച് പഠനം നടത്തുന്ന ധാരാളം ഏജൻസികൾ റിപ്പോർട്ട് പ്രകാരം, റിപ്പോർട്ടേഴ്സ് വിത്തൗട്ട് ബോർഡേഴ്സ് എന്ന് പറയുന്ന ഏജൻസിയുടെ റിപ്പോർട്ട് പ്രകാരം നമ്മുടെ രാജ്യം 150-ൽ നിന്ന് 161-ലേക്ക് അതിന്റെ നിലവാരം, മാധ്യമ സ്വാതന്ത്ര്യത്തിന്റെ നിലവാരം താഴ്ന്നിരിക്കുകയാണ്. ഇതിന് ബദൽ എന്താണ് സഹോദരന്മാരെ? ബദൽ മാധ്യമ പ്രവർത്തനങ്ങൾ എന്നതിലപ്പുറം ഈ രാജ്യത്ത് ഒരു മാധ്യമ സ്വാതന്ത്ര്യ സമരത്തിന് പോലും ഈ രാജ്യത്തെ ജനങ്ങൾ തയ്യാറാവേണ്ട കാലം അതിക്രമിച്ചു എന്നാണ് SYF ഈ അവസരത്തിൽ പറയുവാനുള്ളത്. മറ്റൊന്ന്, നമ്മുടെ രാജ്യത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത, അതിന്റെ പ്രാണവായു എന്ന് പറയുന്നത്, അതിന്റെ ആത്മാവ് എന്ന് പറയുന്നത് ഈ രാജ്യത്തിന്റെ ബഹുസ്വരതയും അതുപോലെ തന്നെ മതനിരപേക്ഷതയുമാണ്. ബഹുസ്വരതയും മതനിരപേക്ഷതയും നമ്മുടെ രാജ്യത്തിന് അങ്ങനെയല്ലാതെ ഒരു കാലത്തും നിലനിൽക്കാൻ സാധ്യമല്ല. ഇന്ത്യ രാജ്യം ഒരു കാലത്തും അങ്ങനെ നിലനിന്നിട്ടുള്ളൂ. ഇന്ത്യ രാജ്യം സ്വാതന്ത്ര്യത്തിന് മുമ്പും സ്വാതന്ത്ര്യത്തിന്റെ ശേഷമുള്ള 70 വർഷത്തിലേറെ കാലവും പരിശോധിച്ചാൽ നമ്മുടെ രാജ്യം വളർന്നത്, നമ്മുടെ രാജ്യം പുരോഗമിച്ചത്, നമ്മുടെ രാജ്യത്തോടൊപ്പം സ്വാതന്ത്ര്യം ലഭിച്ച ധാരാളം രാജ്യങ്ങൾ വളരാതെ പുരോഗമിക്കാതെ വികസിത രാജ്യമെന്ന സ്വപ്നം ധാരാളം വർഷങ്ങൾ അകലെയായി നിൽക്കുമ്പോഴും അപ്പോഴും നമ്മുടെ രാജ്യം പല പ്രതിസന്ധികൾ അഭിമുഖീകരിക്കുമ്പോഴും ലോകരാജ്യങ്ങളോട് ഒപ്പം നിൽക്കാൻ പറ്റുന്ന രൂപത്തിലുള്ള വളർച്ചയിൽ ഇങ്ങനെ മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ അതിനെയൊക്കെ കാരണം ഈ രാജ്യത്തെ വൈവിധ്യ സംസ്കാരവും ആചാരവും വിശ്വാസവും ഭാഷയും നാഗരികതയും ഒക്കെ ഉൾക്കൊള്ളുന്ന ഒരു ജനതയുടെ ആ ജനതയെ ഒന്നിച്ചു നിർത്താൻ ഇന്ത്യ രാജ്യത്തിന്റെ ഭരണഘടനയിൽ എഴുതി വെച്ച മതേതരത്വം എന്ന് പറയുന്ന, മതനിരപേക്ഷത എന്ന് പറയുന്ന ബഹുസ്വരതയാണ്. ആ ബഹുസ്വരത നമ്മുടെ രാജ്യത്ത് ചോദ്യം ചെയ്യപ്പെടുകയാണ്.
അത് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ ആ ബഹുസ്വരത ഇല്ലാതെയാക്കി വെറുപ്പിന്റെ രാഷ്ട്രീയത്തെ ഈ രാജ്യത്തെ ജനങ്ങളിൽ പ്രചരിപ്പിച്ചുകൊണ്ട് അധികാരം നിലനിർത്താനും അധികാരത്തിലേക്ക് കയറി വരാനുമുള്ള ശ്രമങ്ങൾ കുറെ കാലമായി നമ്മുടെ രാജ്യത്ത് തുറന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു ബഹുസ്വര രാഷ്ട്രം നിലനിൽക്കണമെങ്കിൽ, രാജ്യത്ത് മതനിരപേക്ഷത നിലനിൽക്കണമെങ്കിൽ, ഈ രാജ്യത്തെ ജനങ്ങൾക്ക് രാജ്യത്തിന്റെ ഭരണഘടന വകവെച്ചു കൊടുത്ത സ്വാതന്ത്ര്യം ഈ രാജ്യത്തെ മുഴുവൻ ജനങ്ങൾക്കും അനുഭവിക്കാൻ കഴിയണം. ഓരോരുത്തരുടെയും വിശ്വാസവും അത് ഉൾക്കൊള്ളാനും ആ വിശ്വാസം പ്രചരിപ്പിക്കാനും അവരുടെ ആചാരവും സംസ്കാരവും ഉയർത്തിപ്പിടിക്കുവാനും മതമുള്ളവനും ഇല്ലാത്തവനും എല്ലാവർക്കും കഴിയുമ്പോഴാണ് നമ്മുടെ രാജ്യത്തിന്റെ മതനിരപേക്ഷത എന്ന ഭരണഘടനയുടെ ആമുഖത്തിൽ പോലും പ്രാധാന്യം കൊടുത്ത ഒരു യാഥാർത്ഥ്യം ഈ രാജ്യത്ത് നിലനിർത്താനും ഈ രാജ്യത്തെ മുന്നോട്ട് കൊണ്ടുപോകാനും സാധിക്കുകയുള്ളൂ. ആ മതനിരപേക്ഷത നിലനിൽക്കണമെങ്കിൽ ഈ രാജ്യത്തെ പൗരന്മാർക്ക് സ്വാതന്ത്ര്യം വളരെ അനിവാര്യമാണ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഫ്രീഡം ഇൻ ദ വേൾഡ് എന്ന ലോകത്തെ മനുഷ്യർ അനുഭവിക്കുന്ന സ്വാതന്ത്ര്യത്തിന്റെ പഠനത്തെക്കുറിച്ച് ഫ്രീഡം ഹൗസ് എന്ന് പറയുന്ന ഏജൻസി ലോകത്ത് പുറത്തുവിട്ട കണക്ക് പ്രകാരം നമ്മുടെ രാജ്യം സ്വാതന്ത്ര്യത്തിന്റെ വിഷയത്തിൽ ലിബർട്ടി എന്ന നമ്മുടെ ഭരണഘടനയുടെ ആമുഖത്തിൽ എഴുതി വെച്ച ഈ രാജ്യത്ത് വിശ്വസിക്കാനും പ്രചരിപ്പിക്കാനും ആചാരങ്ങൾ ഉൾക്കൊള്ളാനും ഏത് ഭാഷ സംസാരിക്കാനും അങ്ങനെ ഏത് തരത്തിലുള്ള സ്വാതന്ത്ര്യമെന്ന രാജ്യത്തിന്റെ ഭരണഘടന അംഗീകരിച്ച ആ ഒരു ആശയം അല്ലെങ്കിൽ സ്വാതന്ത്ര്യം നമ്മുടെ രാജ്യം വളരെ കൂടുതൽ പുറകോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നമ്മുടെ രാജ്യം 75 വർഷങ്ങൾക്ക് മുമ്പ് സ്വാതന്ത്ര്യം നേടിയെങ്കിലും സ്വാതന്ത്ര്യം എന്ന് പറയുന്ന കാര്യത്തിൽ പൗരാവകാശമായാലും മതവിശ്വാസമായാലും നമ്മുടെ രാജ്യം വളരെ പിറകിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു എന്ന റിപ്പോർട്ട് ഈ രാജ്യത്തെ ജനങ്ങളെ ആശങ്കപ്പെടുത്തുന്നുണ്ട്. മറ്റൊരു പ്രധാനമായുള്ള കാര്യം നാം ചിന്തിക്കേണ്ടത്, ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് നമ്മുടെ രാജ്യത്ത് ജനങ്ങൾ ചർച്ച ചെയ്യേണ്ട അല്ലെങ്കിൽ സംവദിക്കേണ്ട, വളരെ കൂടുതൽ പ്രാധാന്യത്തോടുകൂടി ആലോചിക്കേണ്ട, ആളുകളുടെ മുന്നിൽ ആളുകളിലേക്ക് എത്തിച്ചു കൊടുക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട രാജ്യത്തെ ജനങ്ങളുടെ ജനകീയ പ്രശ്നങ്ങൾ വിസ്മരിക്കുന്നു എന്നതാണ് പ്രിയപ്പെട്ട സഹോദരന്മാരെ വലിയ പ്രശ്നം. ജനകീയ പ്രശ്നങ്ങൾ ഇവിടെ ധാരാളമുണ്ട്. നമ്മുടെ രാജ്യത്തിന്റെ സമ്പത്ത് നമ്മുടെ രാജ്യത്തെ സമ്പത്ത് എന്ന് പറയുന്നത് ആ സമ്പത്തിന്റെ 21% വരുമാനത്തിന്റെ 40% ഈ രാജ്യത്തെ 1% വരുന്ന ശതകോടീശ്വരന്മാരുടെ കയ്യിലായി കൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നാം ജീവിക്കുന്നത്. ദാരിദ്ര്യം മൂലധനമായി ഈ രാജ്യത്ത് ജീവിക്കുന്ന കോടാനക്കോടി മനുഷ്യരുള്ള ഒരു രാജ്യത്താണ് രാജ്യത്തിന്റെ സമ്പത്തിന്റെയും വരുമാനത്തിന്റെയും പ്രധാനപ്പെട്ട ഭാഗം 1% വരുന്ന ശതകോടീശ്വരന്മാരുടെ കയ്യിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. എന്നിട്ട് നമ്മുടെ രാജ്യത്തെ ചില ആളുകൾ വിളിച്ചു പറയുകയാണ്, ഈ രാജ്യത്ത് ആളോഹരി വരുമാനം വർദ്ധിച്ചിട്ടുണ്ട്, ഈ രാജ്യത്തെ സാമ്പത്തികമായ വളർച്ചയുടെ പാതയിലാണ് എന്ന് പറഞ്ഞ് ഈ പാവപ്പെട്ട രാജ്യത്തെ ജനങ്ങളെ വഞ്ചിച്ചുകൊണ്ടിരിക്കുന്ന ഒരു യാഥാർത്ഥ്യത്തെ ഈ സമയത്ത് നമ്മൾ ഓർക്കേണ്ടതുണ്ട്. മറ്റൊരു പ്രധാനമായുള്ള പ്രശ്നം എന്താണ്? തൊഴിലില്ലായ്മയാണ്. നമ്മുടെ രാജ്യത്ത് തൊഴിൽ രഹിതരായ ആളുകൾ 83% ആളുകളും വിദ്യാസമ്പന്നരും അതുപോലെ തന്നെ എഡ്യൂക്കേറ്റഡ് ആയ ഒരു ചെറുപ്പക്കാരാണ് എന്നൊരു യാഥാർത്ഥ്യം നാം മനസ്സിലാക്കണം. നോക്കൂ സഹോദര, 2000 ഈ രാജ്യത്ത് തൊഴിൽ രഹിതരെന്ന് പറയുന്നത് 32.2 ആയിരുന്നെങ്കിൽ 2022 ആയപ്പോഴേക്കും അത് 70% തൊഴിൽ രഹിതർ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. നമ്മുടെ രാജ്യത്ത് തൊഴിൽ രഹിതർ വർദ്ധിച്ചാൽ വിദ്യാസമ്പന്നരായ വിദ്യാഭ്യാസമുള്ള ആളുകൾക്ക് പോലും തൊഴിൽ കൊടുക്കാൻ നമ്മുടെ രാജ്യത്തില്ലെങ്കിൽ തൊഴിൽ രഹിതരായ ചെറുപ്പക്കാരും യുവാക്കളും യുവതികളും ഈ രാജ്യത്ത് വളർന്നു വന്നാൽ ഈ രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥക്ക് മാത്രമല്ല, ഈ രാജ്യത്തിന്റെ കെട്ടുറപ്പിന്, സാമൂഹികമായ ഭദ്രതക്ക് ഈ രാജ്യത്ത് ധാരാളം സാമൂഹികമായ പ്രതികൂലമായ സാഹചര്യങ്ങളും അതുപോലെ തന്നെ പ്രതിസന്ധികളും രൂപപ്പെടും. നമുക്കറിയാം, തൊഴിൽ രഹിതരായ ആളുകളാണ് തീവ്രവാദികളായി മാറാറുള്ളത്. തൊഴിൽ രഹിതരായ ആളുകളാണ് സ്വാഭാവികമായും ഉപജീവനത്തിനും അതുപോലെ തന്നെ ജീവിതത്തെ ആസ്വദിച്ച് ദൂർത്തടിക്കുവാൻ പണമില്ലാതെ വരുമ്പോഴാണ് തൊഴിലില്ലാത്ത ജനങ്ങൾ പലപ്പോഴും അവരുടെ സമ്പാദ്യത്തിന് വേണ്ടി കൊള്ളക്കാരും അതുപോലെ തന്നെ ഗുണ്ടാ സംഘങ്ങളുമായി ആയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ രാജ്യത്ത്
പഴയ കാലത്തെക്കാളുപരി നമ്മുടെ രാജ്യം ഇന്ന് ഭയത്തിന്റെ സാഹചര്യം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതെന്താണ് ഭയം? അർദ്ധരാത്രി പോലും ഏത് തെരുവിലൂടെയും ഏത് നഗരത്തിലൂടെയും പോകാമായിരുന്ന ഒരു കാലം നമുക്കുണ്ടായിരുന്നു. അധോലോക കൊള്ള സംഘങ്ങളൊക്കെ രാജ്യത്തെ ചില മെട്രോ സിറ്റികളുടെ മാത്രം പ്രത്യേകതയായിരുന്നെങ്കിൽ സമാധാനത്തിന്റെ കേന്ദ്രമായിരുന്ന കേരളത്തിലെ ഗ്രാമങ്ങളിൽ പോലും പട്ടാപകൽ സുരക്ഷിതമായി നടക്കാൻ കഴിയാത്ത സാമൂഹികമായ പ്രതിസന്ധി നമ്മൾ അഭിമുഖീകരിക്കുന്നുണ്ടെങ്കിൽ എന്താണ് അതിന്റെ അടിസ്ഥാനപരമായ കാരണം? രണ്ട് കാര്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. വിദ്യാസമ്പന്നർക്ക് പോലും തൊഴിലില്ല. ജീവിക്കാൻ വേണ്ടി പണം കണ്ടെത്താനും പണം കണ്ടെത്തുന്ന ആളുകൾക്ക് തന്നെ കിട്ടിയതുകൊണ്ട് തൃപ്തിപ്പെടാതെ ജീവിതത്തെ ആസ്വദിക്കുവാനും ദൂർത്തടിക്കുവാനും പണമില്ലാതെ വരുമ്പോ നാട്ടിൽ അഭ്യസ്തവിദ്യരും വിദ്യാസമ്പന്നര് പോലും കൊള്ളക്കാരും ഗുണ്ടാ തലവന്മാരും അതുപോലെ തന്നെ അധോലോക നായകന്മാരും ഒക്കെയായി മാറി നമ്മുടെ തെരുവിലൂടെ വിലസുന്ന ഒരു കാലത്തേക്ക് നമ്മൾ മാറിയത് രാജ്യത്ത് തൊഴിൽ രഹിതർ വർദ്ധിക്കുന്നത് കൊണ്ടാണ് എന്ന് നാം മനസ്സിലാക്കണം. അതുകൊണ്ട് ഈ തൊഴിൽ രഹിതരായ ആളുകൾ ഈ രാജ്യം അഭിമുഖീകരിക്കുന്ന ഇതുപോലത്തെ ജനകീയ പ്രശ്നങ്ങൾ ഈ രാജ്യത്ത് ഈ പൊതുതെരഞ്ഞെടുപ്പ് വേദിയിൽ പോലും ആത്മാർത്ഥമായി ചർച്ച ചെയ്യാതെ രാജ്യത്തെ ജനങ്ങളെ മതപരമായി ഭാഷാപരമായി ദേശീയപരമായി ഭിന്നിപ്പിച്ച് ഈ രാജ്യത്തെ ജനങ്ങളുടെ മുന്നിൽ ബഹുസ്വരത എന്ന ഭാഷവും ഭക്ഷണവും ഭാഷണവും അതുപോലെ സംസ്കാരവും എല്ലാം വൈവിധ്യമാണെങ്കിലും നാം എല്ലാം ഇന്ത്യക്കാരാണെന്നുള്ള മനോഭാവത്തെ തകർത്തുകൊണ്ട് ഈ രാജ്യത്തെ ഏക ഭാഷ, ഏക അധികാരം, അതുപോലെ തന്നെ ഏക സംസ്കാരം, ഏക മതം എന്നുള്ള ഏക ദേശീയത എന്ന ഒരു സങ്കുചിതമായ ദേശീയ തത്വത്തിലേക്ക് രാജ്യത്തെ ജനങ്ങളെ കൊണ്ടുവരാനുള്ള ശ്രമം നടക്കുന്നു എന്നതാണ് വലിയ സങ്കടകരമായ ഒരു കാര്യം. ഞാൻ എന്റെ സംസാരം സുദീർഘമായി മുന്നോട്ട് കൊണ്ടുപോകുന്നില്ല. പ്രിയപ്പെട്ട സഹോദരന്മാരെ, SYS ഇതിന് ബദലായ ഒരു നീക്കങ്ങൾ ആവശ്യമാണ്. തൊഴിൽ രഹിതരായ ആളുകൾ വർദ്ധിച്ചു വരുമ്പോ അതിന് പരിഹാരം ഉണ്ടാവേണ്ടതുണ്ട്. അതിനു പുറമെ നമ്മുടെ രാജ്യത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അടിസ്ഥാനപരമായ മറ്റൊരു കാര്യമാണ് സാഹോദര്യം എന്ന് പറയുന്നത്. സാഹോദര്യം എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടനയിൽ അഥവാ ആമുഖത്തിൽ ഈ രാജ്യത്തിന്റെ ലക്ഷ്യം എഴുതി വെച്ച കൂട്ടത്തില് ജസ്റ്റിസും ലിബർട്ടിയും ഇക്വാലിറ്റിയും എഴുതി വെച്ചു ആദ്യഘട്ടത്തിൽ. പിന്നെയാണ് ഒരു വാക്കുകൂടെ ഫെർട്ടേണിറ്റി എന്ന് പറയുന്ന സാഹോദര്യത്തെ കുറിച്ച് എഴുതി വെക്കുന്നത്. ഈ സാഹോദര്യത്തെ കുറിച്ച് എഴുതി വെച്ചപ്പോ വ്യക്തിയുടെ അന്തസ്സും രാഷ്ട്രത്തിന്റെ ഐക്യവും അഖണ്ഡതയും ഉറപ്പാക്കുന്ന സാഹോദര്യം ഭരണഘടനയുടെ ആമുഖത്തിൽ തന്നെ ആർക്കും വായിക്കാൻ പറ്റുന്ന രൂപത്തിൽ എഴുതി വെക്കുന്നത് ആദ്യഘട്ടത്തിലല്ല. അത് എഴുതി വെക്കുന്നത് പ്രിയപ്പെട്ട സഹോദരന്മാരെ 1948 നവംബർ 6-ന് 1948 ഫെബ്രുവരി 21-ന് അംബേദ്കർ, നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടനാ ശില്പികളിൽ പ്രധാനിയായ അംബേദ്കർ ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷനായിരുന്ന രാജേന്ദ്ര പ്രസാദിന് എഴുതിയ ഒരു എഴുത്തുണ്ട്. എന്താണ് അദ്ദേഹം എഴുതിയത്? അദ്ദേഹം പറഞ്ഞു, ലക്ഷ്യപ്രമേയത്തിൽ ഇല്ലാതിരുന്ന ഒരു കാര്യം കൂടെ ഭരണഘടനയുടെ കരട് സഭ അഥവാ ആമുഖത്തിലേക്ക് ചേർത്തിരിക്കുന്നു. കരട് സഭ ഏർത്തിരിക്കുകയാണ്. ലക്ഷ്യപ്രമേയം എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടന ലക്ഷ്യമാക്കുന്ന, ഈ രാജ്യത്തിന്റെ ഭാവി എല്ലാ കാലത്തും സ്ഥാപനമാക്കുന്ന, ഈ രാജ്യത്തെ ജനങ്ങൾക്ക് മുഴുവനും നീതിയും തുല്യാവകാശവും സ്ഥിതി സമത്വവും അതുപോലെ അവസര സമത്വവും നീതിയും അതുപോലെ സ്വാതന്ത്ര്യവും ഉറപ്പാക്കുന്ന രാജ്യത്തിന്റെ ഭരണഘടനയുടെ ആമുഖത്തിലെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളിലേക്ക് ഒരു വാക്കുകൂടെ എഴുതി ചേർക്കുന്നു എന്ന് ബഹുമാന്യനായ അംബേദ്കർ രാജേന്ദ്ര പ്രസാദ് എന്ന് പറയുന്ന ഭരണഘടനാ സഭയുടെ തലവൻ എഴുതുന്നുണ്ട്. അതെന്താണ് സഹോദരന്മാരെ? അഥവാ പൗരന്മാർക്കുണ്ടാകേണ്ട സാഹോദര്യത്തെ കുറിച്ചാണ് ആ ഭാഗം. അതാണ് ഭരണഘടനയുടെ ആമുഖം. നമുക്ക് മറച്ചു നോക്കിയാൽ അവിടെ ജസ്റ്റിസും ലിബർട്ടിയും അതുപോലെ ഇക്വാലിറ്റിക്കും ശേഷം ഫെർട്ടേണിറ്റിയെ നമുക്ക് കാണാൻ കഴിയും. അതുമാത്രമല്ല, ഭരണഘടനാ അസംബ്ലിയിലെ പ്രധാനപ്പെട്ട അംഗമാകുന്ന തകുർദാസ് ഭാർഗവ 1948 നവംബർ 6-ന് ഭരണഘടനാ നിയമനിർമ്മാണ സഭയിലെ പ്രസംഗം നടത്തിയപ്പോൾ അദ്ദേഹം ഒരു കാര്യം പറയുന്നുണ്ട്. സാഹോദര്യം എന്ന പ്രയോഗം ആമുഖത്തിൽ
ഉൾപ്പെടുത്തിയ ഡോക്ടർ അംബേദ്കറിനോട് ഞാൻ ആത്മാർത്ഥമായി കൃതജ്ഞത അറിയിക്കട്ടെ. നീതി, സ്വാതന്ത്ര്യം, തുല്യത, സാഹോദര്യം എന്നിവ കണ്ടെത്താൻ കഴിയുന്നുണ്ടെങ്കിൽ ഇതൊക്കെ മികച്ച ഭരണഘടനയാണെന്നതിൽ യാതൊരു തർക്കവുമില്ല. ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, പറഞ്ഞു വന്നത്, രാജ്യത്ത് പണമുണ്ടായതുകൊണ്ട്, രാജ്യത്ത് വിദ്യാസമ്പന്നരുണ്ടായതുകൊണ്ട്, രാജ്യം സാങ്കേതിക വിദ്യയിലും അതുപോലെ തന്നെ ടെക്നോളജിയിലും, പ്രിയപ്പെട്ട സഹോദരന്മാരെ, സൈനിക ബലത്തിലും ശക്തിപ്പെട്ടതുകൊണ്ട് മാത്രം ഒരു രാജ്യത്തിന് നിലനിൽക്കാൻ കഴിയില്ല, ഒരു രാജ്യത്തിന് വളരാൻ കഴിയില്ല, ഒരു രാജ്യത്തിന് വികസിക്കാൻ കഴിയില്ല. നമ്മുടെ അയൽ രാജ്യങ്ങൾ പലതും നമ്മുടെ രാജ്യത്ത് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പോ ആ കാലത്തോ സ്വാതന്ത്ര്യം കിട്ടിയ ധാരാളം രാജ്യങ്ങളുണ്ട്. വികസിക്കാതെ മുരടിച്ചു നിൽക്കുന്ന രാജ്യം അയൽ രാജ്യമായ പാകിസ്ഥാൻ ഒന്ന് നോക്കൂ നിങ്ങൾ, ബംഗ്ലാദേശ് ഒന്ന് നോക്കൂ നിങ്ങൾ. നമ്മുടെ രാജ്യം വേറെ വികസിച്ചു എന്നല്ല പറയുന്നത്, പക്ഷേ ജനാധിപത്യ സെക്യുലർ രാജ്യം എന്ന നിലക്ക് നമ്മുടെ രാജ്യം ധാരാളം ഭീഷണികൾ നേരിടുമ്പോഴും മറ്റു രാജ്യങ്ങൾ അസൂയപ്പെടുത്തുന്ന ചില പ്രത്യേകതകൾ നമ്മുടെ രാജ്യത്തിനുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് പല രാജ്യങ്ങൾക്കും നിലനിൽക്കാനും ഒരു ജനാധിപത്യത്തെ പിടിച്ചു നിർത്താനും വികസിക്കാനും കഴിയാത്തത്? വികസിക്കാൻ കഴിയാത്തത് ആ രാജ്യത്തെ ജനങ്ങൾക്കിടയിലുള്ള അനൈക്യമാണ്. അവിടെയാണ് ഛിദ്രതയിലായ കലാപം പൊട്ടിപ്പുറപ്പെട്ട വിരുദ്ധ ചേരികളിൽ വെറുപ്പിന്റെ രാഷ്ട്രീയം പേര് നടക്കുന്ന ഒരു ഗ്രാമത്തിനും ഒരു നഗരത്തിനും ഒരു പ്രദേശത്തും ഒരു രാജ്യത്തും വികസനം സ്വപ്നമാണെങ്കിൽ നമ്മുടെ ഭരണഘടനാ ശില്പികൾ അവസാനം എഴുതി ചേർത്ത സാഹോദര്യം എന്ന് പറയുന്ന നമ്മുടെ ഭരണഘടനയുടെ ആമുഖത്തിലെ ആ ഒരു കൺസെപ്റ്റിന് ഈ രാജ്യത്ത് കോട്ടം തട്ടുന്നുണ്ടെങ്കിൽ അത് പരിഹരിക്കാനുള്ള ഒരു, അല്ലെങ്കിൽ ആ വെറുപ്പിന്റെ രാഷ്ട്രീയത്തെ പ്രചരിപ്പിച്ചുകൊണ്ട് അധികാരം നിലനിർത്താനും അധികാരത്തിലേക്ക് വരാനും അതുപോലെ തന്നെ ഈ രാജ്യത്തിന്റെ അടിസ്ഥാനപരമായ ജനാധിപത്യം എന്ന ഈ രാജ്യത്തിന്റെ പാരമ്പര്യത്തിന് ക്ഷതമേൽപ്പിക്കുവാനുമുള്ള വളരെ ആസൂത്രിതമായ നീക്കം നടത്തുമ്പോ അത് തിരിച്ചറിയാനുള്ള ഏറ്റവും നല്ല സമയമാണ് ഈ ഒരു സമയമെന്നാണ് SYS പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ രാജ്യത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഈ ഒരു സാഹോദര്യം എന്ന് പറയുന്ന നമ്മുടെ രാജ്യത്തെ മുഴുവൻ ജനങ്ങളും ഒന്നിച്ചു നിന്നുകൊണ്ടുള്ള സാഹോദര്യമാണ്. നോക്കൂ നിങ്ങൾ, ഈ സാഹോദര്യത്തെ തകർക്കാനും അതുപോലെ തന്നെ ഇല്ലായ്മ ചെയ്യാനും വെറുപ്പിന്റെ രാഷ്ട്രീയം പ്രചരിപ്പിക്കാൻ ലവ് ജിഹാദ് എന്ന് പറയുന്ന കേരളത്തിലെ ജനങ്ങൾക്ക് കേട്ടുകേൾവിയില്ലാത്ത അതുപോലെ തന്നെ വിവിധ ജിഹാദുകൾ പ്രചരിപ്പിച്ചുകൊണ്ട് അതിന്റെ പേരിൽ സിനിമ പോലും രൂപപ്പെടുത്തി ഈ ഘട്ടത്തിൽ നമ്മുടെ രാജ്യത്ത് പ്രദർശിപ്പിക്കാനുള്ള ശ്രമം നടത്തുമ്പോ നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടനയ്ക്ക് കാവലിരിക്കേണ്ട ആളുകൾ പോലും ഭൗതികമായ സങ്കുചിതമായ അധികാരത്തിന്റെ നിലനിൽപ്പിന് വേണ്ടി വളരെ വളരെ രാജ്യത്തിന് എതിരാകുന്ന നിലനിൽപ്പിന് തന്നെ ഭീഷണിയാവുന്ന പ്രക്രിയയിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുമ്പോ നമ്മുടെ രാജ്യത്തെ ജനങ്ങൾ ബോധവാന്മാരാവേണ്ടതുണ്ട്. വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്ന, നമ്മൾ ഇന്ത്യക്കാരി എന്ന് പറയുന്ന ഒരു ആശയമുണ്ട് നമുക്ക്. ആ ആശയമാണ് ഈ രാജ്യത്തെ എന്നും നിലനിർത്തിയത്. അവിടെ മുസ്ലിം, ഹിന്ദു, ക്രിസ്ത്യാനി അല്ലെങ്കിൽ മറ്റു മതവൈചാദ്യങ്ങൾ ഒന്നും രൂപപ്പെടുത്താതെ നമ്മൾ ഇന്ത്യക്കാരാണ് എന്ന്. ആ ഇന്ത്യക്കാരിൽ ദരിദ്രരും കർഷകരും ന്യൂനപക്ഷങ്ങളും അതുപോലെ തന്നെ വിവിധ തലങ്ങളിലുള്ള അധസ്ഥിതരും ദളിതരും എല്ലാവരുമുണ്ട്. ഈ എല്ലാവർക്കും ആവശ്യമായ ഒരു വികസനം രൂപപ്പെടുത്തുന്ന, എല്ലാവർക്കും ജീവിക്കാൻ പറ്റുന്ന ഒരു ഇന്ത്യ, ആ ഇന്ത്യയെ സംബന്ധിച്ചാണ് SYSന് ഈ രാജ്യത്ത് വീണ്ടും 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 ഈ പ്ലാറ്റിനം ഇയർ കാലത്ത് ഈ അസംബ്ലിയില് ഈ പ്ലാറ്റ്യൂൺ വളണ്ടിയർ റാലിയോടനുബന്ധിച്ച് ഈ പൊതു തെരഞ്ഞെടുപ്പിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഈ രാജ്യത്തെ ജനങ്ങളോട് പറയുവാനുള്ളത് എന്ന് മാത്രം പറഞ്ഞ് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.